നമസ്കാരം മലമ്പുഴ. വെൽക്കം ബാക്ക് ടു ഇന്ത്യൻ ട്രാവലർ. അപ്പോൾ നമ്മുടെ മലമ്പുഴ സീരീസിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ്. റോക്ക് ഗാർഡനിലാണ്. അപ്പോൾ നമുക്ക് റോക്ക് ഗാർഡൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഈ റോക്ക് ഗാർഡൻ പറയുന്നത് മെയിനായിട്ട് ഈ പഴയ സെറാമിക് പ്ലേറ്റ്, നമ്മുടെ ടൈൽസ്, പൊട്ടിയ ടൈൽസ്, പിന്നെ കല്ലുകൾ, ഓടുകൾ, അങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഈ ഫുൾ ആർട്ട് ഫോം ചെയ്തിരിക്കുന്നത്. അടിപൊളി ആർട്ട് ഫോം എന്ന് പറഞ്ഞാൽ അടിപൊളി ആർട്ട് ഫോമാണ്. നമ്മൾ വിചാരിക്കില്ല മലമ്പുഴയിൽ ഇത്ര നല്ല സ്ഥലമുണ്ടെന്ന് നമ്മൾ വിചാരിക്കില്ല. കാണേണ്ട ആർട്ട് ഫോമാണ് പറഞ്ഞാൽ കാണേണ്ട ആർട്ട് ഫോം തന്നെയാണ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ കക്ക വെച്ചുണ്ടാക്കിയിരിക്കുന്ന സാധനം കണ്ടോ. കക്ക വെച്ചുണ്ടാക്കിയിരിക്കുന്ന സാധനം കണ്ടോ. ഇങ്ങനെ ഈ അടിപൊളിയായിട്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ, ടൈൽസ്, ഇങ്ങനെ കക്ക. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണില്ലേ, ഇതായി കണ്ടോ പീക്കോക്ക്. ഈ പീക്കോക്ക് ഫുള്ള് സിമെൻറ്റ്, പിന്നെ ഈ പൊട്ടിയ ടൈൽസ്, ഈ നമ്മുടെ പ്ലേറ്റ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. കണ്ട പീക്കോക്ക്. ഇപ്പോഴേ പറഞ്ഞില്ലേ, നമ്മുടെ പൊട്ടിയ പ്ലേറ്റ്, ടൈൽസ്, ഇതൊക്കെ കണ്ടോ. അതാ നമ്മുടെ പൊട്ടിയ പ്ലേറ്റാണ്. പ്ലേറ്റ്, കപ്പ്, ടൈൽസ്, അങ്ങനെയൊക്കെ വെച്ചുണ്ടാക്കിയിരിക്കണം. ഫുൾ ആർട്ട് ഫോം മൊത്തം ഇവിടെ ഉണ്ടാക്കിയിരിക്കണം. ഇങ്ങനത്തെ റീസൈക്കിൾ ആവാത്ത സാധനങ്ങൾ വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കണം. ഈ സാധനം കണ്ടോ, ഈ സാധനം മൊത്തം നമ്മുടെ പണ്ടത്തെ KCBക്കാരൊക്കെ ഉപയോഗിക്കില്ലേ, ഫ്യൂസിൻ്റെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന സാധനമാണ്. നമ്മൾ ഇതിൽ കൂടെ പോകുമ്പോൾ ഇപ്പോൾ കുനിഞ്ഞു പോകണം നോക്കിക്കോട്ടാ. ഇതെങ്ങനെ പോയാൽ എൻ്റെ മണ്ട മുട്ടും. നമുക്ക് ഇങ്ങനെ കുനിഞ്ഞ് ഇങ്ങനെ പോകേണ്ട ആവശ്യം വരും. ഇതിൽ കൂടെ വരുമ്പോൾ ഇതിൽ കൂടെ ഒന്ന് മാത്രം സൂക്ഷിക്കാൻ കണ്ടോ. ഈ സാധനത്ത് കുനിഞ്ഞ് തന്നെ പോകണം. ഈ ബ്ലോക്കേഡ് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ മേലെയൊക്കെ ഇൻസുലേറ്റർ അത് വെച്ചിട്ടാണ് ഈ ബ്ലോക്കേഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. ഇവിടെ മതിൽ പോലെ ഒരു സാധനം ഇപ്പുറത്തുണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ട്രാൻസ്ഫോമർ ഫുള്ള് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ മൊത്തമായിട്ടും ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ഫുള്ള് പ്ലേറ്റ്, പൊട്ടിയ പ്ലേറ്റ്, ടൈൽസ്, ഇതൊക്കെ വെച്ചുണ്ടാക്കിയ സാധനങ്ങളാണ് ഇത് മൊത്തം. നോക്കിക്കോട്ടതാ, ഫുള്ള് അങ്ങേയറ്റം വരെ ഇവിടെ മൊത്തം ഉള്ളത് അങ്ങനത്തെ സാധനങ്ങളാണ്. നമ്മൾ കണ്ടോ ഒരു ഇടുങ്ങിയ വഴിയിൽ കയറുന്നു. ഫുള്ള് ഇടുക്കുകയാണ്. ഒരു അത്യാവശ്യം നല്ല തടിയുള്ളവർക്കൊന്നും പോകാൻ പറ്റില്ല ഈ ഇടുങ്ങിയ വഴി.
കുട്ടികളൊക്കെ കൊണ്ടുവന്നാൽ കാണാനുള്ള സാധനങ്ങളുണ്ട്. ഡൈനോസേഴ്സ് വേണ്ട, ഓരോ ഡൈനോസേഴ്സ് ഇതൊക്കെ സിമെൻറ്റിൽ വെച്ചുണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഈ പുറങ്ങളുള്ള സാധനങ്ങളൊക്കെ ഫുള്ള് ടൈൽസ് വേണ്ട. ഡൈനോസർ അത് അങ്ങേറ്റം വരെ. ആട്ടിനെ കണ്ട, ആട്ടിനെ ചെയ്തിരിക്കുന്ന ടൈൽസിൽ ചെറിയൊരു ആട് കണ്ട, ആട് ഫുൾ കണ്ട ടൈൽസിലാണ് ചെയ്തിരിക്കുന്നത്. ക്യാമൽ ടൈൽസിൽ ചെയ്തിരിക്കുന്ന ഫുൾ ടൈൽസാണ് ക്യാമൽ. അടുത്തത് ആന കണ്ട, ആനയും ഫുൾ ടൈൽസിലാണ് ചെയ്തിരിക്കുന്നത് കണ്ട. തെയ്യത്തിൻ്റെ ഫോട്ടോ ഇല്ല, തെയ്യം ഉണ്ടാക്കിയിരിക്കുന്നുണ്ട് ഫുൾ ടൈൽസിൽ ഉണ്ടോ. അപ്പോൾ ഈ കുട്ടികളെയൊക്കെ കൂട്ടിക്കൊണ്ടൊന്ന് കാണാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ് മലമ്പുഴ റോക്ക് ഗാർഡൻ. ഓരോ അനിമൽസ് ഇതാ, പുലി, കരടി, പിന്നെ മുയൽ, എന്താ ഓരോ അനിമൽസിൻ്റെ ഫോട്ടോ ഉണ്ടോ. ഇതൊക്കെ കാണാൻ പറ്റിയ സാധനങ്ങൾ തന്നെയാണ്. കണ്ടോ വലിയൊരു പ്രതിമ ഫുൾ ടൈൽസ് പൊട്ടിയ മാർബിൾസൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അപ്പുറത്തുണ്ട് ഇതേപോലെ പെൺപ്രതിമയെന്ന് കണ്ട, ഇതൊരു ആൺ പ്രതിമയാണ് കണ്ട. ഫുൾ ടൈൽസും അങ്ങനത്തെ സാധനങ്ങൾ പൊട്ടിയ സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട. തോണി തൊഴിലിനൊക്കെ ഫുൾ ആർട്ട് ഫോം ടൈൽസ് വെച്ചാണ് ഉണ്ടായിരിക്കുന്നുണ്ട. ഗാർഡൻ്റെ നടുവിലൊരു ശരിക്കിനൊരു പന, മുങ്കൊക്കെ കിട്ടും നമ്മുടെ ആ പനയില്ലേ. ഇങ്ങനെ പോയി കണ്ട ഫുൾ ജിറാഫ് അങ്ങനത്തെ ഫുൾ ഐറ്റമാണ്. കുട്ടികളൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന കാണാൻ പറ്റിയ സാധനങ്ങൾ തന്നെ കണ്ട. കൃഷിക്കാർ കണ്ട, ഈ ഡൈനോസറും ഫുള്ള് പൊട്ടിയ ടൈൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് ടോയ്ലറ്റിൻ്റെ സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. ലേഡീസ് ടോയ്ലറ്റ് ആയാലും ജെൻസ് ടോയ്ലറ്റ് ആയാലും, ടോയ്ലറ്റിൽ പോകുന്നവർക്ക് ടോയ്ലറ്റിൽ പോകാക്കണ്ടോ. അതാ ടോയ്ലറ്റിന് എഴുതിയിരിക്കണുണ്ടോ കണ്ടോ. അത് ലേഡീസ് ടോയ്ലറ്റ്, ഇത് ജെൻസ് ടോയ്ലറ്റ്. ടോയ്ലറ്റിൽ പോകുന്നവർക്ക് ഇതാ ഇവിടെ വന്നിട്ട് ടോയ്ലറ്റിലൊക്കെ പോവാം. അവിടെ ഇവിടെ കണ്ടോ ഫുള്ള് അത് കല്ല് വെച്ച് മൊത്തം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടോ. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ മെയിൻ്റെനൻസിൻ്റെ കുറവ് കാരണം കുറച്ചൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട് കണ്ടോ. അല്ല എന്താണെന്നറിയില്ല, മഴ കാരണമാണോ ചൂട് കാരണമാണോ, ഇപ്പോഴത്തെ ചൂടത്ത് പൊട്ടിപ്പോയതായിരിക്കും. പക്ഷേ കുറച്ചും കൂടെ മെയിൻ്റെനൻസ് ചെയ്താൽ പോവില്ലാന്നായിരുന്നു എൻ്റെ ഒരു ഒപ്പീനിയൻ കണ്ടത്. ഇവിടെ കുറച്ചൊക്കെ പൊട്ടിയിട്ടുണ്ട്. അത് മെയിൻ്റെനൻസ് ആണോ നമ്മുടെ ആൾക്കാർ പിടിച്ച് വലിച്ചാണോ ഒന്നും അറിയില്ല. അപ്പം മലമ്പുഴയിൽ വന്നാൽ ഡെഫിനറ്റായി കാണുന്ന അടുത്ത സ്പോട്ട് പറയുന്നത് റോക്ക് ഗാർഡൻ തന്നെയാണ്. ടിക്കറ്റ് പ്രൈസ് പറയുന്നത് 25 റുപ്പീസാണ്. അപ്പോൾ എന്തായാലും ഡെഫിനറ്റായി വന്ന് കാണണം. മൊത്തം റീസൈക്കിൾ പ്രൊഡക്ട്സ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ടൈൽസ്, കക്ക അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് വെച്ച് ഫുള്ള് ഡിസൈൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. താങ്ക് യു.